ഞാൻ എൻ്റെ ഒരു ദുഃഖം പറയട്ടെ സാർ. ഞാൻ ഈ സഭയിൽ ആദ്യമായിട്ട് വരുന്നതാണ്. ആദ്യമായിട്ട് വരുമ്പോൾ എന്റെ പഴയകാല സുഹൃത്തുക്കൾ പലരും കാണും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ പലരെയും ഇവിടെ കാണാനില്ല എന്നൊരു സ്ഥിതി കൂടെ ഉണ്ട്. അവർ പറയുന്നത് ഫീനിക്സ് പക്ഷിയെ കുറിച്ചാണ്. ആ ഗ്രീക്ക് ഇതിഹാസത്തിൽ ഫീനിക്സ് പക്ഷിയെ കുറിച്ച് മാത്രമല്ലല്ലോ നമ്മൾ പഠിച്ചത്, അവിടെ ഇക്കാറസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. ഇക്കാറസിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. പറക്കാൻ ചിറക് വെച്ചപ്പോ പിതാവും മകനും കൂടി പറക്കാൻ ചിറക് വെച്ചപ്പോ പിതാവ് മകന് ഒരു ഉപദേശം കൊടുത്തത്രേ, പറക്കുമ്പോ കരുതി പറക്കണം, ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകരുത്, ഒരുപാട് താഴ്ന്നും പറക്കാൻ പാടില്ല. കാരണം ചിറക് കൃത്രിമമായി തൂവൽ കൊണ്ടുണ്ടാക്കിയതാണ്, മെഴുക് കൊണ്ട് അത് കൂട്ടിച്ചേർത്തതാണ്. പക്ഷെ ഇക്കാറസ് അല്പം പറന്നുപോയി. പറന്നപ്പോ ഇക്കാറസിന് തോന്നിയത്രേ ഇനി കൂടുതൽ പറക്കാം. അങ്ങനെ പറന്ന് ഇക്കാറസ് എത്തിയത് എവിടെയാണ്? സൂര്യനോളം എത്തിയപ്പോ ആ സൂര്യന്റെ താപമേറ്റ് ഇക്കാറസ് താഴേക്ക് പതിച്ചു പോടൂ എന്ന് പറഞ്ഞതുപോലുള്ള ഒരു പതനമാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.